പൊട്ടിച്ചിരിക്കുന്ന കൈവളകൾ അവളുടെ മനസ്സുപോലെ. ആരുടെ? വളകളണിഞ്ഞ ആ പെൺകുട്ടിയുടെ. അവ പൊട്ടിക്കരയുകയല്ലെന്ന് ആര് പറഞ്ഞു? അത് കണ്ടാലറിയാം. കണ്ടാലോ? അതെ, കരയാനുള്ള പ്രായമല്ല പെൺകുട്ടിക്ക്. താങ്ക്സ്. വെൽക്കം. കോഫി റെഡി. മോളുടെ ഐസ്ക്രീം റെഡി. കണ്ടോ, പിന്നെ ഇംഗ്ലീഷ്. മരുന്നിന് വേണ്ടിയിട്ടെങ്കിലും ഒരു കഷ്ണം മലയാളം പറഞ്ഞൂടെ കുട്ടി നിനക്ക്? പൊട്ടിച്ചിരിക്കുന്ന കൈവളകൾ. കഴിക്കുമോളെ, ഐസ്ക്രീം ഉരുകി കഴിഞ്ഞാൽ ഒരു വസ്തുവിന് കൊള്ളില്ല. ആനി, പണ്ടത്തെക്കാൾ സുന്ദരിയായിരിക്കുന്നു ആനി ഇപ്പോൾ. ചിലപ്പോ ഒരുപാട് നാളത്തെ കാണുന്നതുകൊണ്ടാവും. അതെ, ഒരുപാട് നാൾ. 5 വർഷം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കപ്പലിൽ വെച്ച് യാദൃച്ഛ്യമായി നമ്മൾ ആദ്യം കണ്ടുമുട്ടി. പക്ഷെ ഇന്ന് ആനി ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിതിൽ വന്നത്. ദിസ് ഈസ് നോ കോയിൻസിഡൻസ്. ഞാൻ ആനിയെ കാണാൻ, ഒന്ന് സംസാരിക്കാൻ അന്വേഷിച്ച് വന്നതാണ്. ഞാൻ പോട്ടെ. പൊയ്ക്കോളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ആനി കേൾക്കണം. എന്താണ് സംഭവിച്ചതെന്ന് ആനി അറിയണം. കഥകൾ കേൾക്കാനല്ലേ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചതാണ്. ഇനി കൂടുതൽ വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ആനിയുടെ ക്ഷോഭം എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതുകൂടെ ആനി കേൾക്കണം. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിത്തിങ്. നോട്ട് ഈവൻ എ സിംഗിൾ വേർഡ്. പ്ലീസ്, വഴിമാറി തരൂ. चार्ली, इधर आओ. 2 बॉटल बियर लाओ. जल्दी लाओ. ലെമൺ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, കൂൾ ബിയർ. എന്റെ കർത്താവേ, നടുക്കടലിൽ കൂടെ പോണ കപ്പലാണേ. അതിന്റെ ഇടയിലാ ഈ അന്തവും മുന്തില്ലാത്ത കളി. ദേ, എന്തെങ്കിലും വന്നാ നീ എന്നെ കാക്കണം കേട്ടോ. നേരത്തെ റെസ്റ്റോറന്റിൽ ആനിയുടെ അടുത്ത് വന്ന് സംസാരിച്ച ചെറുപ്പക്കാരൻ, ഞാൻ അറിയാൻ മാത്രം പ്രാധാന്യം അയാൾക്കുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആനി എന്നോട് അയാളെ കുറിച്ച് പറയുമായിരുന്നല്ലോ. ഫ്ലവർ 9 ഞാൻ ഇട്ടത്. കളിക്ക്. പണ്ട് പരിചയമുള്ളതാണ്. ഇവിടെ വെച്ച് കണ്ടപ്പോ വെറുതെ ലോഹ്യം പറയാൻ. ചീട്ടിറക്കുന്ന നോക്കി വേണം. വെറുതെ അതും പറഞ്ഞുകൊണ്ടിരുന്ന് കളിച്ചാൽ കാർഡ് മാറിപ്പോ. കളിക്ക്. അല്ല എന്റെ ആനി, കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന വെക്കേഷനാ. ഗോവൻ ഹോളിഡേ എന്ന് പറഞ്ഞ് പുറപ്പെടുകയും ചെയ്തു.
അതിന് ആരുടെ കൂടെ പുറപ്പെട്ടിരിക്കുന്നത്? ലിസയുടെ കൂടെയാ. ആനി ഡേ സ്കോളർ ആയതുകൊണ്ട് ശരിക്കും അറിഞ്ഞുകൂടാ. ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് നല്ല അനുഭവം. കൺഫ്യൂസ് നമ്പർ 1 ആണ് ഇവൾ. ഇവിടെ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്നെന്ന് ഓർക്കണം. ആ ഇവളുടെ ഡാഡി മമ്മി ഇവളെ പോലെ കൺഫ്യൂസ് ആണെങ്കിൽ നമ്മളുടെ കാര്യം ക്ലീൻ പോക്ക് തന്നെ. തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ കോലം മാറും. അതോർത്ത് എന്റെ പൊന്നു മക്കള് വിഷമിക്കണ്ട. ദിവസവും ഓരോ പാചകവിധികൾ പരീക്ഷിക്കലാണ് എന്റെ മമ്മിയുടെ ഹോബി തന്നെ. അതൊന്ന് തിന്നു കിട്ടാൻ ആരെങ്കിലും മുന്നിൽ കിട്ടിയ ഷീ വിൽ ബി ഹാപ്പി. അപ്പൊ എന്റെ ലിസ്റ്റ് ഹോളിഡേക്ക് എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത് പരീക്ഷണശാലയിലെ മുയലുകളാക്കാൻ വേണ്ടിട്ടാണല്ലേ? ആ ചാർലി, ഒരു ഗ്ലാസ് ഐസ് വാട്ടർ. ഈ ജ്യൂസ് അവിടെ കൊണ്ടുകൊടുത്തിട്ട് ശരിയെന്ന് ഞാൻ ഐസ് വാട്ടർ ആർക്കാ ജ്യൂസ്? ആ ജെയിംസ് സാറിന്. ആ ജെയിംസ് സാറിനല്ലേ? അതവിടെ വെച്ചിട്ട് ആദ്യം ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കൊണ്ടുവരും പ്ലീസ്. അപ്പോ ജ്യൂസ് കൂടെ വെച്ചിട്ട് ഐസ് വാട്ടർ കൊണ്ട് അവിടെ കൊടുത്തിട്ട്, അല്ല ഐസ് വാട്ടർ കൊണ്ട് ഇവിടെ തന്നിട്ട് ജ്യൂസ് പിന്നെ അവിടെ കൊണ്ടുകൊടുക്കും അല്ലേ? ആ ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്താ. കേട്ടോ ചാർലി, കുളി കഴിഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് കുടിക്കണം. അതറിഞ്ഞ് കൃത്യമായി ഇവൻ ഓർഡർ ചെയ്ത് കണ്ടോ. ഫ്രണ്ട്സ് ആയ ഇങ്ങനെ വേണം. എന്താടാ എന്താണോ ജ്യൂസ് കളിച്ചത്? ഞാനൊന്നും കലക്കിയിട്ടില്ല. സത്യം പറയണോ? ഞാനാണ്, എന്റെ അമ്മയാണ്, ഈ വൻ കടലാണ്, എന്റെ കൊച്ചുവസയാണ്. ഞാൻ മനസ്സാ വാചാവൊന്നും പറഞ്ഞിട്ടില്ല. വാ നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ ജ്യൂസിന് വിനാഗിരിയുടെ ചുവ അല്ലേടി? നമുക്കിട്ട് ടിക്കറ്റ് വെച്ച അവളുമാരെ അങ്ങനെ വെറുതെ വിടാൻ വയ്യ. പെണ്ണുങ്ങൾക്ക് ഇത്ര കൊമ്പ് പാടില്ല. ഇനി നുള്ളിയിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ ചെയ്യേണ്ടത് നീ പറ. പണിയുണ്ട്. ചാർലി ഇങ്ങോ ഒരു 20 ബക്സിങ് എടുത്ത്. എന്തേ? 20 മണീസ് ഉണ്ട്. സംഗതി ഞങ്ങൾക്കിട്ടാ വേല വെച്ചതെങ്കിലും കൊണ്ടത് ആർക്കാ? ആർക്കാ? എടോ ആണുങ്ങൾക്കിട്ട് മൊത്തമായിട്ടുള്ളൊരു വെപ്പല്ലായിരുന്നു അത്. പിള്ളേര് കളി മാറാത്ത 5-6 പെമ്പിള്ളേര് നമ്മൾ ആണുങ്ങളെ എങ്ങനെ ഊശിയാക്കാമെന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാമെന്ന് ചോദിച്ചാ പാടില്ല, തീരെ പാടില്ല. അപ്പോ നമുക്കിതിന് പകരം വിട്ടണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചെവി അറിയരുത്. ആ ഇനി എപ്പോഴെങ്കിലും അവളുമാര് ജ്യൂസിന് ഓർഡർ ചെയ്യും. അപ്പൊ താനെന്തോ ചെയ്യും? കൊടുക്കില്ല. തേങ്ങാ കൊല കൊടുക്കണം. ഇങ്ങനെ വെറുതെ കൊണ്ട് കൊടുത്താ പോരാ. ആ പിന്നെ ഇങ്ങോട്ട് വെച്ച വെടി അങ്ങോട്ടും വെക്കണം. വിനാഗിരി വെച്ച് കൊടുക്കാനല്ലേ സാറ് പറയണത്? അക്കാര്യം ഞാൻ ഏറ്റു. വിനാഗിരി ആവുമ്പോ മുതല് മാത്രമേ ആവുള്ളൂ. പലിശ പിന്നെ ആര് കൊടുക്കും? താൻ കുറേശ്ശെ ബ്രാൻഡി ജ്യൂസിൽ ഒഴിക്കണം. 6 പേർക്കും 1/2 കിക്കിന് വേണ്ടത്ര ബ്രാൻഡി ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിച്ചോ. ബ്രാൻഡി, ജ്യൂസ്, പെൺകുട്ടികള് സാറേ ഒരു കുഴപ്പമില്ല. അവനങ്ങ് അകത്ത് ചെല്ലുമ്പോ അവളുമാര് ഇത്തിരി പിമ്പിരിയാവും. 4 പേരുടെ മുമ്പിൽ കിടന്ന് ആടട്ടോ, എന്നാലേ പഠിക്കൂ. എന്നാ പിടി.